കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഡൽഹിയിൽ നിന്ന് ഇതാ ഒരു ഭീമാകാരമായ സാധനമായിട്ടാണ് ഇത്തവണ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഫോർച്യൂണറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറേ വണ്ടികൾ ഏതായാലും ഈ ഒരു വീഡിയോയ്ക്ക് അത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇൻഡിവിജ്വലായിട്ട്. ഇപ്പോൾ കുറേ ആളുകൾ ഡീറ്റെയിൽ ആയിട്ട് വണ്ടികളെ കാണാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു 10-20 വണ്ടികൾ ഒരുമിച്ച് കാണിക്കുന്ന സമയത്ത് തന്നെ ഓരോ വണ്ടിയുടെയും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റൊരു വണ്ടി ഈ ഒരു വീഡിയോയ്ക്കകത്ത് മാക്സിമം എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാണിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളെ വീഡിയോ കുറേ കാലത്തിന് ശേഷമാണ് വന്നിട്ടുള്ളത്. കാരണം ഞാൻ 2-2.5 മാസത്തോളം നാട്ടിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം ഇന്നലെ ഡൽഹിയിൽ തിരിച്ചെത്തിയതാണ്. ഭയങ്കര ചൂടാണ് ഇവിടെ വന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഒരു 15 മുതൽ 20 ദിവസം വരെ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർച്യൂണറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഹരിയാന രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. HR26 ഗുഡ്ഗാവ് രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത്. 2014 മോഡലിലുള്ള വണ്ടിയാട്ടത്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. കിലോമീറ്ററൊക്കെ 1,07,000 ആ റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വൈറ്റ് കളറിലുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടയറിൽ നിന്ന് തുടങ്ങാം. നല്ല അത്യാവശ്യം കട്ടയുള്ള ടയറാണ് വണ്ടിയുടെ മുകളിലുള്ളത്. ഏകദേശം ഒരു 90% ടയേഴ്സ് വരുന്നുണ്ട്. യൊക്കോഹാമയുടെ ടയറാണ് വന്നിട്ടുള്ളത്. എല്ലാ ടയറും യൊക്കോഹാമ തന്നെയാണ്. അതുപോലെ തന്നെ അലോയ്സ് ഈ വാഹനത്തിന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു ഫോർച്യൂണറിൻ്റെ അലോയാണ് നിലവിൽ ഈ വാഹനത്തിൽ കിടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 14 മോഡലിൽ ഈ ഒരു ഷേപ്പിലുള്ള അലോയി അല്ല ഫോർച്യൂണറിൽ വന്നിട്ടുള്ളത്. ഇത് പുതിയ 16 ശേഷം വരുന്ന ഫോർച്യൂണറിൻ്റെ അലോയി മാറ്റിയിട്ടിരിക്കുകയാണ്. പിന്നെ ടെയിൽ ലാമ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും മോഡിഫൈ ചെയ്ത ടെയിൽ ലാമ്പാണ്. LED ടൈപ്പ് ടെയിൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ബോഡി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ചെറിയൊരു ടച്ചപ്പ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാമല്ലോ, ഡൽഹിയിലെ പോലുള്ള അത്രയും റഷ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഓടുന്ന വണ്ടിയാവുന്ന സമയത്ത് എന്തായാലും ടച്ചപ്പ് കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിലും കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പർ കാര്യങ്ങൾ, വീൽ ആർച്ചൊക്കെ എനിക്ക് എന്തായാലും ടച്ചപ്പ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയർ തന്നെയാണ് വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ 4x2 ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഈ ഒരു വാഹനം. ഫോർച്യൂണറിനെ സംബന്ധിച്ച് 4x2 മാനുവൽ വാഹനമുണ്ട്. അതുപോലെ തന്നെ 4x2 ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. 4x4 മാനുവൽ ഉണ്ട്, 4x4 ഓട്ടോമാറ്റിക് ഉണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം 4x2 ഓട്ടോമാറ്റിക് ആണ്. ഉള്ളിൽ ലേശം വെളിച്ചക്കുറവുണ്ട്, അതുകൊണ്ട് അത്ര ഒരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും ഡോറൊക്കെ തുറന്ന് സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു ഡോറ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒറിജിനൽ ഡോർ തന്നെയാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ആ ഒരു സീലൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പില്ലർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കില്ല. എല്ലാം പഞ്ചിങ് മാർക്ക് വരുന്നുണ്ട്. ഇവിടെ ഒന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. നമുക്ക് ഏതായാലും ഗ്ലാസും കൂടി നോക്കാം. നമുക്ക് ഓരോ പാർട്ടും കാണിക്കാൻ പറ്റുന്നിടത്തോളം കാണിച്ച് പോവാം. 14 മോഡൽ ഗ്ലാസ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് 14 മോഡലാണ്. ഈ ഒരു ഡോറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒറിജിനൽ ഡോർ തന്നെയാണ് വന്നിട്ടുള്ളത്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഡോറിൻ്റെ മുകളിൽ എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു ഏരിയ കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. യെസ്, എല്ലാ പഞ്ചിങ് മാർക്കും ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഫുള്ളായിട്ട് അയച്ചു നോക്കുന്നില്ല, ജസ്റ്റ് ഒരു ടോപ്പിൽ മാത്രമാണ് നോക്കുന്നത്. കാരണം മറഞ്ഞ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പില്ലറിലൊക്കെ വർക്ക് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പഞ്ചിങ് മാർക്കൊക്കെ പോവും അങ്ങനെയാകുന്ന സമയത്ത്. അപ്പോൾ നിലവിൽ എന്തായാലും ഈ വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് പഞ്ചിങ് മാർക്ക് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ നമുക്ക് ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോണറ്റൊക്കെ ഒറിജിനൽ ബോണറ്റ് തന്നെയാണ്. ചെറിയൊരു വർക്ക് എടുത്ത പോലെ ഈ ഒരു കോർണറിൽ ചെറിയൊരു ഇതുണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചെറിയ കോർണറിൽ ചിലപ്പോൾ ഒരു തട്ട എന്തെങ്കിലും സംഭവിച്ചിട്ട് ആയതായിരിക്കും. എന്തായാലും ഒറിജിനൽ ബോണറ്റ് തന്നെയാണ്. ആപ്രോൺ ഭാഗത്തൊന്നും കാര്യമായിട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. എല്ലാ പഞ്ചിങ്ങും അതുപോലെ തന്നെയുണ്ട് വാഹനത്തിൻ്റെ മുകളിൽ. പിന്നെ കാലപ്പഴക്കത്തിൻ്റേതായ കുറച്ച് ചെറിയ റെസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സൈഡിലാണെങ്കിലും എല്ലാ പഞ്ചിങ് മാർക്കും ഉണ്ട്. അവിടെ നിന്നും വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മളിതിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ക്രോസ് ബമ്പറിൻ്റെ മുകളിലൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു ക്രോസ് ബമ്പർ ചെറുതായിട്ടൊന്നൊരു ഡെൻ്റ് ഉണ്ട്. എനിക്കൊന്ന് ചെറിയൊരു ഈ ബമ്പറിൻ്റെ ഭാഗത്ത് വല്ല ചെറിയൊരു ഫ്രണ്ടിൽ വല്ല വണ്ടിക്കൊന്നും തട്ടിയതാവാൻ ചാൻസ് എന്തായാലും ഉള്ളോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ബമ്പറൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും. അപ്പോൾ ആ ബമ്പർ കാര്യങ്ങളൊന്നും നമുക്കൊന്നും ഒരു ഉറപ്പും തരാൻ പറ്റില്ല. പിന്നെ ഗ്രില്ല് കാര്യങ്ങൾ ഇപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ വേറെ എടുത്ത് കഴിഞ്ഞിട്ടൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഹെഡ് ലാമ്പ് ഒന്ന് പോളിഷ് ചെയ്യേണ്ടി വരും. ചെറുതായിട്ടൊരു ഫേഡ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് ഇത് റീപ്ലേസ്ഡ് ആട്ടോ. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, ബോണറ്റൊന്നും മാറിയിട്ടില്ല. ഈ ഗ്ലാസ് ഒറിജിനലാണ്. ഇനി ഈ ഡോറ് നോക്കാം. ഇതും ഒറിജിനൽ ഡോർ തന്നെയാണ് കേട്ടോ. കമ്പനി വരുന്ന ആ ഒരു ഡോർ തന്നെയാണിത്. പിന്നെ ഈ ഒരു സൈഡിൽ യെസ് ഈ ഒരു പഞ്ചിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തും കാര്യമായിട്ടുള്ള വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല.
നമ്മളെന്തായാലും വണ്ടി എടുക്കാൻ വരുന്ന സമയത്ത് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അഴിച്ച് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഇതും 14 തന്നെയാണ്, റീപ്ലേസ്ഡ് അല്ല. ഈ ഒരു ഡോറും ഒറിജിനൽ ഡോറ് തന്നെയാണ്. ഉൾഭാഗം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. ഏതായാലും ഇതൊരെണ്ണം മാത്രമായിട്ട് നമ്മൾ ബാക്കി വെച്ചേക്കണ്ട, ഇതും കൂടി അഴിക്കാം. യെസ്, ഇതും അതേപോലെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ കണ്ടോ, നിലവിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ടച്ചപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ നിലവിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു ടയർ നോക്കുകയാണെങ്കിൽ ഒരു 90% ടയേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് പുറകിലേക്ക് വന്നാലോ. പുറകിൽ ഡിക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഡിക്കി ഡോർ റീപ്ലേസ്ഡ് അല്ല, ഈ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഒറ്റ നോട്ടത്തിൽ ജാക്കി കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട്. ഇതിൻ്റെ സൈഡിലെ പില്ലർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാം പഞ്ചിങ് മാർക്ക് കൊണ്ട് ഇവിടെ ഒന്നും വർക്ക് എടുത്തായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും ഇല്ല. ഈ ആ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയും വേറെ പഞ്ചിങ് മാർക്കൊക്കെ ഉണ്ട്. ഇവിടെയും വർക്ക് എടുത്തായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ നമുക്ക് പുറകിൽ വലിയ തട്ടോ നടന്നിട്ടുണ്ടെന്ന് പറയാൻ ഇതൊന്ന് അഴിച്ചു നോക്കിയാൽ മതി. യെസ്, ഇതിൻ്റെ മുകളിലും ഈ പഞ്ചിങ് ഒക്കെ അതേപോലെ തന്നെയുണ്ട്. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വണ്ടിയെക്കുറിച്ച് ഇപ്പോൾ ഇത്രയും നോക്കിയ സ്ഥിതിക്ക് തന്നെ പറയാൻ പറ്റുന്നത് തരക്കേടില്ലാത്തൊരു വണ്ടി എന്ന് തന്നെ നമുക്ക് എന്തായാലും പറയാൻ പറ്റും. ഇതിപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ കഴിഞ്ഞിട്ട് ഏതായാലും ഫിറ്റ് ചെയ്ത് വെച്ചേക്കാം. ഉള്ളോട്ടുള്ള തട്ടലോ മുട്ടലോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത നല്ലൊരു ഫോർച്യൂണർ തന്നെയാണിത്. 4x2 ഓട്ടോമാറ്റിക് 2014 മോഡൽ വണ്ടിയാട്ടോ. കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,07,000 മീറ്ററിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഹിസ്റ്ററി നോക്കിയിരുന്നു, 2021 വരെ ഹിസ്റ്ററി ഉണ്ട്. 1,07,654 ഇപ്പോൾ മീറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ ഏതായാലും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം 2021 വരെയാണ് ഹിസ്റ്ററി ഉള്ളത്. അപ്പോൾ അതിനുശേഷം കമ്പനി സർവീസ് അല്ല, അതിനുശേഷം അത്ര ഓടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നിലവിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും നമുക്ക് വാഹനത്തിൻ്റെ മുകളിൽ ചെയ്യാനില്ല. ഇൻറ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വണ്ടിയുള്ളത്. എല്ലാ പവർ വിൻഡോസ് കാര്യങ്ങളും അതുപോലെ തന്നെ AC കാര്യങ്ങളൊക്കെ നല്ല കൂളിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആണ്. എഞ്ചിൻ്റെ വർക്കിംഗ് ആണെങ്കിലും നല്ല സ്മൂത്ത് തന്നെയാണ്. ഞാൻ ഏതായാലും എഞ്ചിൻ്റെ വർക്കിംഗ് കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം. വീഡിയോയ്ക്കകത്ത് എത്രത്തോളം എനിക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല, എന്നാലും നല്ല സ്മൂത്തായിട്ടുള്ള വർക്കിംഗ് തന്നെയാണ് എഞ്ചിനുള്ളത്. ഇപ്പോൾ കുറച്ചൊരു ഇതൊക്കെ ഇപ്പോൾ വെള്ളമടിച്ച് കഴുകേണ്ടതാണ് കേട്ടോ, അല്ലാതെ വേറെ ഓയിൽ തെറിച്ചതോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ 2014 സിംഗിൾ ഓണർഷിപ്പിലുള്ള 4x2 ഓട്ടോമാറ്റിക് ഫോർച്യൂണർ 1,07,000 കിലോമീറ്റർ ഓടിയ വണ്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 11,50,000 രൂപ ഫൈനൽ കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും ഒരു നെഗോസിയേഷൻസ് കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഏറി വന്നാൽ നമുക്കൊരു ചിലപ്പോൾ ഒരു 11,30 അല്ലെങ്കിൽ ഒരു 11,15 ഈ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് എന്തായാലും കിട്ടുമായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റായിട്ട് തന്നെ ഓണറായിട്ട് സംസാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. പിന്നെ HR26 NOC കുറച്ച് ഡിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് വലിയൊരു ഡിലേ ഒന്നും വരുന്നില്ല. എന്നാലും നമുക്ക് ഡൽഹി വണ്ടിയുടെ NOC കിട്ടുന്ന അത്രയും ഒരു സ്പീഡിൽ കിട്ടില്ല. നമ്മളെന്തായാലും ഒരു 30 ദിവസം സമയം എന്തായാലും NOCക്ക് വേണ്ടിയിട്ട് എന്തായാലും തീർച്ചയായിട്ടും കരുതേണ്ടതുണ്ട്. ചിലപ്പോൾ അതിന് മുന്നേയും കിട്ടാം. അപ്പോൾ അത് നമ്മൾ മുന്നേ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഒരു 30 ദിവസത്തെ ഗ്യാപ്പൊക്കെ എന്തായാലും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. വാഹനത്തെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൽ എൻ്റെ നമ്പർ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. RC ബുക്ക് വേണ്ടവർക്ക് അത് ഞാൻ അയച്ചു തരുന്നതാണ്. ഇൻഷുറൻസ് ഒക്കെ വാലിഡ് കേട്ടോ. 25 അടുത്ത കൊല്ലം മാർച്ച് വരെ എന്തോ ഇൻഷുറൻസ് വാലിഡാണ്. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഇതുപോലെ തന്നെ പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.